വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വിഷയം കഴുത്തുവേദന, നെക്ക് പെയിൻ. ഇത് സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾക്കായി നമ്മുടെ ലൈൻസ് ഓപ്പൺ ആണ്, വിച്ച് ഇസ് 800-825-825. നമ്മുടെ കൂടെ ഉള്ളത് ശാന്തി വെൽനസ് ആയുർവേദിക് മെഡിക്കൽ സെൻറ്ററിലെ ഡോക്ടർ നീതു. ഓക്കെ ഡോക്ടർ, അപ്പം ഈ തേയ്മാനം എന്നുള്ള ടേം പൊതുവേ നമ്മൾ കേൾക്കുന്നതാണ്. എന്താണ് ഈ തേയ്മാനം? തേയ്മാനം എന്ന് പറയുന്നത് നമ്മൾ ഡീജനറേഷൻ എന്ന് പറയും. അതായത് ഒരു ഓൾഡ് ഏജ് ഗ്രൂപ്പിൽ ഇത് നെക്ക് പെയിൻ്റെ ഒരു പ്രധാന കാരണമാണ്. ഇപ്പോൾ ഓൾഡ് ഏജ് എന്നല്ല, ഇപ്പോൾ ഏകദേശം ഒരു യങ് ഏജിലേക്കും ഈ ഡീജനറേറ്റീവ് ചേഞ്ചസ് കാണുന്നുണ്ട്. യങ് ഏജ് എന്ന് പറയുമ്പോൾ ഒരു മിഡിൽ ഏജ് ഗ്രൂപ്പ് ഒരു 30 എബോ ഉള്ള ആൾക്കാർ പോലും ഇപ്പോൾ ഡീജനറേറ്റീവ് ചേഞ്ചസ് കാണുന്നുണ്ട്. മെയിൻലി ഒരു ഓൾഡർ ഏജ്, അതായത് 50s 60s 70s ഉള്ള ആളുകൾക്കാണ് കൂടുതൽ അവരുടെ വിയർ ആൻഡ് ടയർ സംഭവിക്കുന്ന ഒരു ഏജ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന തേയ്മാനം എന്ന് പറയുന്ന സംഭവം അത് ഈ പറയുന്ന വെർട്ടിബ്രേസിനാവാം, അതായത് കശേരുക്കൾക്ക് ആവാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഡിസ്കിനാവാം, അല്ലെങ്കിൽ അതിൻ്റെ ജോയിൻസിനാവാം. വെർട്ടിബ്രൽ ജോയിൻസിനും ഈ പറയുന്ന തേയ്മാനം സംഭവിക്കാം. അപ്പം ഈ ഓരോ കണ്ടീഷൻസിലും കഴുത്തുവേദന ഉണ്ടാവുന്നു. അതുപോലെ തന്നെ അതിൻ്റെ വേദനകൾ എന്ന് പറഞ്ഞാൽ ഓരോ ഇപ്പം ഡിസ്കിനെ സംബന്ധിച്ച് ഒരു ഡീജനറേഷൻ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴുത്തിലേക്ക് ഉള്ള വേദന കയ്യിലേക്കും ഒക്കെ വ്യാപിക്കുന്ന ഒന്നാണ്. അപ്പം റേഡിയേറ്റിംഗ് പെയിന് അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെയാണ്. അപ്പോൾ നമ്മൾക്ക് തേയ്മാനം കൂടുതലും ഏജ്ഡ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റിഗേഷൻസ് എക്സാമിനേഷൻ ചെയ്താൽ തന്നെ എളുപ്പം മനസ്സിലാകുന്ന ഒന്നാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പം തേയ്മാനം ഒരു മിഡിൽ ഏജിലും വരുന്നുണ്ടെന്ന്. ഇത് നമുക്ക് മാക്സിമം അങ്ങോട്ടേക്ക് ആക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അറ്റ് ഹോം, ഓർ സംതിങ് ദാറ്റ് വി ക്യാൻ ടേക്ക് കെയർ അറ്റ് ഹോം? അപ്പം ഇതിൻ്റെ ഒരു ബേസിക് കാരണം എന്ന് തോന്നുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. ഇപ്പം പ്രത്യേകിച്ചും UAE പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മൾ കൂടുതലും സൺ എക്സ്പോഷർ കുറവാണ്. പിന്നെ AC പോലെയുള്ളത് കൂടുതലാണ് താനും. അപ്പം പിന്നെ ഇൻടേക്ക് ഓഫ് വാട്ടർ അത് കുറവാണ് യൂഷ്വലി. പിന്നെ AC ഇരിപ്പൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു ഫാക്ടേഴ്സൊക്കെയാണ് കൂടുതലും ഡീജനറേഷന് നയിക്കുന്നത്. പിന്നെ ഈ പറയുന്ന ലോങ് സിറ്റിംഗ്, ഒരേ പൊസിഷനിൽ തന്നെ ഇരിക്കുന്നതൊക്കെ കൊണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മളൊരു പ്രിവെൻറ്റീവായിട്ട് ഇപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെന്ന് കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻസ് കാര്യങ്ങൾ എടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ സൺ എക്സ്പോഷർ ഏർലി മോർണിംഗിൽ സണ്ണിൻ്റെ എക്സ്പോഷർ ആവശ്യമാണ് അതിന്. അതിൻ്റെ മെയിൻ ഒരു വൈറ്റമിൻ ഡിയുടെ ഒരു ബേസിക് മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റാണ്. പിന്നെ അല്ലെങ്കിൽ നോൺ വെജ് മീറ്റ് പോലെയുള്ള ആഹാരങ്ങളാണ്. അതൊന്ന്. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ കൂടുതൽ എക്സസൈസും കാര്യങ്ങളും ഒക്കെ കൂടുതലും ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ബിസി ലൈഫ് സ്റ്റൈലിൽ ഇതൊന്നും നമുക്ക് ചെയ്യാൻ സമയം കിട്ടാറില്ല ആളുകൾക്ക്. അപ്പം അത് കുറേയും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. കുറച്ചുകൂടെ എക്സസൈസ് അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള യോഗ രീതികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേയും കൂടി റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനും പിന്നെ ഈ പറയുന്ന ഡീജനറേഷൻസൊക്കെ ഒരു പരിധി വരെ നമുക്ക് തടയാനും സാധിക്കും. ഈ എക്സസൈസ് എന്ന് പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒരു നെക്ക് എക്സസൈസ് ഡോക്ടറിന് അഡ്വൈസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അത്രയും ടൈം കൺസ്യൂമിങ് അല്ലായിട്ട്. ഇപ്പം എല്ലാവർക്കും പ്രശ്നം എന്ന് പറയുന്നത് എക്സസൈസ് ഒക്കെ ചെയ്യാനുള്ള സമയം കണ്ടെത്താനാണ് വിഷമം. അപ്പം എന്തെങ്കിലും ഒരു റെഗുലർ എക്സസൈസ് ഡോക്ടറിന് ഒന്ന് അഡ്വൈസ് ചെയ്യാൻ പറ്റുമോ? നെക്ക് എക്സസൈസ് യൂഷ്വലി നമുക്ക് നെക്ക് മൂവ്മെൻറ്റ്സ് അത് തന്നെയാണ് ഏറ്റവും നല്ലൊരു ഇത്. അതായത് നെക്ക് മുകളിലേക്ക് റൂഫിലേക്ക് നോക്കുക, അതുപോലെ തന്നെ താഴേക്ക്, അതുപോലെ തന്നെ സൈഡിലേക്ക്, പിന്നെ നെക്ക് റൊട്ടേഷൻ. ഈ ഒരു 5 പൊസിഷൻസ്, അത് 5 എക്സസൈസ് തന്നെ ഒരു ലിമിറ്റഡ് ടൈമിൽ ഒരു 1 or 3 റൗണ്ട്സ് ചെയ്താൽ തന്നെ നല്ലൊരു എക്സസൈസാണ് ഒരു ദിവസം തന്നെ. ഓക്കെ, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക് എങ്ങനെയാണ് എടുക്കുന്നതാണോ? മേ ബി ഇഫ് യു ആർ നിങ്ങൾക്കൊരു പ്രശ്നം ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 3 or 4 5 ടൈംസ് ഒക്കെ റൗണ്ട്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ധാരാളമാണ്. പക്ഷേ സീ ടു ഇറ്റ് ദാറ്റ് ഇപ്പം നിങ്ങൾ അങ്ങനെ ഒരു വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സിസ്റ്റം കൂടുതൽ ഉപയോഗിക്കുന്നൊക്കെ ആളാണെന്നുണ്ടെങ്കിൽ വൺസ് അല്ലെങ്കിൽ ട്വൈസ് ഇപ്പോൾ മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ അതൊക്കെ ഒന്ന് എക്സസൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള യോഗ ട്രീറ്റ്മെൻറ്റ്സ്, യോഗയായിട്ടെന്ന് പറഞ്ഞാൽ സൂര്യ നമസ്കാരം പോലെയുള്ള പോസ്റ്റേഴ്സൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെറ്ററാണ്. ഓൾറൈറ്റ് ഡോക്ടർ, നമ്മുടെ ഒരു കോളർ ഉണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു ആയുർ സൗഖ്യം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, സ്മിതയാണ്. ഹായ് സ്മിത. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ഷാർജ. സ്മിത ഡോക്ടറിനോട് സംസാരിക്കാൻ. ഹലോ ഡോക്ടർ. ഹലോ സ്മിത, പറയൂ. നമ്മള് കഴുത്തിന്റെ ഭാഗത്ത് അതായത് ജസ്റ്റ് ബാക്ക് ടു നെക്ക്, അവിടെ നിന്നും നമ്മുടെ ഷോൾഡറിന്റെ ഭാഗത്തും ഭയങ്കര പെയിൻ ആണ്. അത് ഇരുന്ന് ജോലി ചെയ്യുന്നോണ്ടാണ്. ഇത് പൂർണ്ണമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ടോ? ഒരുപാട് നാളായിട്ട് ഈ പെയിൻ ഉണ്ട്. നമ്മുടെ ബാക്ക് നെക്കില്, എക്സാക്ട് പറയുകയാണെങ്കിൽ ബാക്ക് നെക്കിലാണ് വരുന്നത് പെയിൻ. താഴെയല്ല, പക്ഷെ കഴുത്തും ബോഡിയും കൂടെ കണക്ട് ആവുന്ന ഭാഗത്ത്. ഷോൾഡറിന്റെ താഴേക്കുണ്ടോ?
ഷോൾഡർ താഴേക്കില്ല, ബട്ട് ഷോൾഡേഴ്സിലുണ്ട്, ആ ബോണിന്റെ നീങ്ങിയിട്ടുള്ള മസിൽസിൽ. ഓക്കെ, തരിപ്പും കാര്യങ്ങളും ഒന്നുമില്ല? ഇല്ല, അതൊന്നുമില്ല. ഓക്കെ, അപ്പം മേ ബി മിക്കവാറും ഇപ്പോൾ വുമണിൽ കണ്ടുവരുന്ന ഒന്നാണ് കൂടുതലും വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഒരു ബാക്ക് മസിൽ എന്ന് പറയുന്നത് ട്രപ്പീസിയസ് എന്നുള്ള മസിലിന് വരുന്ന ഒരു പ്രശ്നം കൊണ്ട് വരുന്നതാണിത്. പിന്നെ കൂടുതൽ സിസ്റ്റം ഉപയോഗിക്കുന്നവർക്ക് വരുന്ന ഈ മയോഫേഷ്യൽ പെയിൻ എന്നാണ് ഇതിന് പറയുന്നത്. അത് യൂസ്വലി ക്യൂറബിൾ ആണ്. ഇപ്പം നിങ്ങൾക്ക് ഒന്നെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട് ഇത് സംഭവിക്കാം, അല്ലെങ്കിൽ അങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ്റെ പ്രശ്നം കൊണ്ട് ഇത് സംഭവിക്കാം. അപ്പം ഇങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബെനിഫിഷ്യലാണ്. കൃത്യമായി മരുന്ന് ഹോം റെമഡീസ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആയുർവേദ മെഡിസിൻസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ, അതായത് തൈലം പോലെയുള്ളതൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു എന്തായാലും നല്ലത് നമ്മൾ ട്രീറ്റ്മെൻറ്റായിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്ത് ചെയ്യുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓയിൽ തൈലങ്ങളൊക്കെ തേക്കുക. വീക്ക്ലി വൺസ് എങ്കിലും വീട്ടിലിരിക്കുമ്പം വീക്ക്ലി ഓഫിൻ്റെ ദിവസം തൈലം തേച്ച് കുളിക്കുക, ചൂടുവെള്ളത്തിൽ കുളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇത് പിന്നെ ഫർദർ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് കേസിൽ എന്തായാലും കുറച്ച് ട്രീറ്റ്മെൻ്റ് ആയിട്ട് എടുക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. ഓക്കെ ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഡോക്ടർ, വിറ്റാമിൻ ഡിയുടെ കാര്യം ഡോക്ടർ പറഞ്ഞിരുന്നു. അത് നമ്മൾ വിത്തൗട്ട് ഒരു ചെക്കപ്പ് ചെയ്യാതെ നമുക്കത് കഴിക്കാൻ പറ്റുമോ? വിറ്റാമിൻ ഡി ടാബ്ലറ്റ്സ് നമ്മളിപ്പോൾ ഫാർമസി പോയി വാങ്ങിച്ച് കഴിക്കുന്നത് ബെറ്റർ എപ്പോഴും കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി നമുക്ക് കുറവാണെന്നുണ്ടെങ്കിൽ കുറേ ലക്ഷണങ്ങളുണ്ടാവും. ഇവൻ മുടി കൊഴിച്ചിൽ, ഇത് കാരണം വൈറ്റമിൻ ഡി എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് കാൽഷ്യം മെറ്റബോളിസം നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി അത്യാവശ്യമാണ്. കാൽഷ്യം മെറ്റബോളിസം നടക്കുന്നതിൽ നിന്നാണ് നമ്മുടെ ബോണിന് സ്ട്രെങ്ത് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഹെയർ, നെയിൽസ്, അതുപോലെ തന്നെ ടീത്ത്, ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും ഇപ്പോൾ ടീത്ത് ഡീക്കേ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ നെയിൽസ് ബ്രിട്ടിൽ ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഹെയർ ഫോൾ അമിതമായിട്ടുണ്ട്, അതൊരു കാരണമാണ്. മേ ബി യു മേ ഹാവ് എ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. അപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഒരു സഫീഷ്യൻ്റ് എമൗണ്ടിൽ വളരെ താഴെയാണ് യൂഷ്വലി എല്ലാവർക്കും കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം മെഡിക്കേഷൻ വളരെ അത്യാവശ്യമാണ്. ഈ വിറ്റാമിൻ ഡിയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എന്തെങ്കിലും നമുക്ക് വീട്ടിൽ കഴിക്കുന്ന എന്തെങ്കിലും വെജിറ്റബിൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും ദാലോ എന്തെങ്കിലും ഡോക്ടർ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് മെയിൻ സോഴ്സ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത് സൺലൈറ്റ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നോൺ വെജ് ആയിട്ടുള്ള ഫുഡ്സ്, അതായത് മീറ്റിലാണ് കൂടുതലും പിന്നെ വൈറ്റമിൻ ഡി സോഴ്സ് പറയുന്നത്. അപ്പം ഈ ഒരു രണ്ട് കാര്യങ്ങൾ, പിന്നെ വൈറ്റമിൻ ഡി ചെല്ലാതെ നമ്മൾ കാൽഷ്യം ടാബ്ലറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാൽഷ്യം മെറ്റബോളിസം നടക്കണമെങ്കിൽ വൈറ്റമിൻ ഡിയുടെ അത്യാവശ്യമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ചില ക്രിട്ടിക്കൽ ഇൽനെസ്സിന് അതിൻ്റെ സിംറ്റമായിട്ട് നെക്ക് പെയിൻ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ആക്ച്വലി എത്രമാത്രമാണ്, അല്ലെങ്കിൽ എത്ര സിവിയർ ആകുമ്പോഴാണ് അത് നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഇൻറ്റിമേഷൻ ആവുന്നത്? അതായത് നെക്ക് പെയിൻ യൂഷ്വലി ഇപ്പം ഒരു യങ് ഏജ് ഗ്രൂപ്പ്, അതായത് കുട്ടികളിൽ ചിലപ്പം നെക്ക് സ്റ്റിഫ്നെസ് വരാറുണ്ട്. ഇഫ് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഫീവർ, പനിയോ അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ചിൽസോ നെക്ക് സ്റ്റിഫ്നെസ്സോ അങ്ങനെയൊക്കെ ഉള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ഇൻഡിക്കേറ്റ് മെനിഞ്ചൈറ്റിസ് പോലെയുള്ള അസുഖങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ ഈവൺ ഹാർട്ട് ഡിസീസസ്, പിന്നെ റെസ്പിറേറ്ററി സംബന്ധമായിട്ടുള്ള ചെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മേ ബി നെക്ക് പെയിൻ എന്നുള്ളത്, നെക്ക് സ്റ്റിഫ്നെസ് എന്നുള്ളത് ഒരു സിംറ്റം ആയിട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മളത് അത്രയും അതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് നമ്മളെപ്പോഴും കെയർഫുൾ ആയിരിക്കണം അനലൈസ് ചെയ്യുമ്പം. അതുപോലെ തന്നെ ഈ മിഡിൽ ഏജ് ഗ്രൂപ്പാണെങ്കിലും ഓൾഡർ ഏജ് ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ഹാർട്ട് ഇഷ്യൂസിനൊക്കെ ഇതൊരു പ്രധാന സിംറ്റമാണ്. അതുപോലെ തന്നെ ഇപ്പം ഇപ്പോൾ ഒരു വെയിറ്റ് ലോസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, അതായത് ക്രോണിക്കായിട്ട് നെക്ക് പെയിൻ ഉണ്ട്, അതോടൊപ്പം തന്നെ അവർക്ക് ബോഡി വെയിറ്റ് കുറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ഇൻഡിക്കേഷനാണ് ഈവൻ ഫോർ CA ലൈക്ക് കണ്ടീഷൻസ്, ലൈക്ക് ട്യൂമേഴ്സോ ആപ്സസ് പോലെയുള്ള അങ്ങനെയുള്ള കണ്ടീഷൻസിൽ. അപ്പോൾ നമ്മൾ കുറേ കൂടി അവെയർ ആയിരിക്കണം. ഇങ്ങനെയുള്ള സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു 3 monthsന് അല്ലെങ്കിൽ പ്രൊലോങ്ഡ് ആയിട്ട് നെക്ക് പെയിൻ ഉണ്ട്, അതോടൊപ്പം തന്നെ ഇതുപോലത്തെ സിംറ്റംസും ഉണ്ടെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ട കാര്യം. ഡോക്ടർ, നമുക്ക് കാണുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു ആയുർ സൗഖ്യം. ആരാണ് സംസാരിക്കുന്നത്? ഗുഡ് ആഫ്റ്റർനൂൺ, എൻ്റെ പേര് കുമാർ എന്നാണ്. കുമാർ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ദുബായിൽ നിന്ന് തന്നെയാണ്. കുമാർ, ഡോക്ടറോട് സംസാരിക്കാം. ഹലോ. ഹായ് കുമാർ, പറയൂ. ഹലോ ഡോക്ടർ, ഈ എൻ്റെ പ്രശ്നം കഴുത്തിന്റെ പ്രശ്നം തന്നെയാണ്. ഈ കഴുത്തിന്റെ പുറകുവശത്താണ് ഒരു പെയിൻ. അധിക നേരം ഇങ്ങനെ കസേരയിൽ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് പിന്നെ അത് എണീറ്റ് നടക്കുമ്പോഴാണ് ഈ പ്രശ്നത്തിനൊരു താൽക്കാലിക പരിഹാരം ഉണ്ടാവണേ. ശരി.
അപ്പൊ കമ്പ്യൂട്ടറിന്റെ മുന്നിലൊക്കെ ഇരിക്കുമ്പോൾ അധികം നേരം അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അതാണ് ഒരു പ്രശ്നം. ഓക്കെ. വർക്ക് ചെയ്യുമ്പോഴാണോ കൂടുതലും പെയിൻ വരുന്നത്? വർക്ക് ചെയ്യുമ്പോഴാണ് കൂടുതൽ പെയിൻ വരുന്നത്. അല്ലാത്ത സമയത്ത് റിലാക്സ്ഡ് ആണ്, അതായത് വേദന ഇല്ല? മൂവ്മെന്റ് ഉള്ള സമയത്ത് പ്രശ്നമില്ല. നമ്മള് ഒരു സ്ഥലത്ത് ഇങ്ങനെ സ്റ്റില്ലായിട്ടിരുന്ന് വർക്ക് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഓക്കെ. മൂവ്മെന്റ് ഉള്ള സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന സമയത്തുള്ള പെയിൻ യൂഷ്വലി മസിൽ സ്പാസം അല്ലെങ്കിൽ മസിൽ സ്റ്റിഫ്നെസ് കൊണ്ടുണ്ടാകുന്ന പെയിനാണ്. അത് യൂഷ്വലി നിങ്ങൾ റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറയും. അല്ലാത്ത പക്ഷം ഇപ്പം നിങ്ങൾക്ക് നെർവ് സംബന്ധമായിട്ടുള്ള വേദനകൾക്കാണ് കൂടുതലും നിങ്ങൾ റെസ്റ്റ് ടൈമിലാണെങ്കിൽ പോലും, ഇപ്പോൾ രാത്രി കിടക്കുന്ന ടൈമിലാണെങ്കിലും വേദന അനുഭവപ്പെടുന്നത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കയ്യിലേക്കും വേദന വരേണ്ടതാണ്. കയ്യിലേക്ക് വേദന അങ്ങനെ വന്നിട്ടില്ല. ഈ രാത്രി കിടക്കുമ്പോഴൊക്കെ തലയണ ഉപയോഗിക്കുന്നതൊക്കെ ഇത്തിരി ഹെവി ആയിട്ടുള്ള പൊക്ക ഉയർന്ന തലയണയൊക്കെയാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. അതെന്തെങ്കിലും പിന്നെ ഒരു പ്രശ്നമായി വരാൻ? അത് ഷുവറായിട്ടൊരു പ്രശ്നമാണ്. അത് നമുക്ക് അതാണ് ഏറ്റവും ആദ്യം അപ്പം അത് അവോയ്ഡ് ചെയ്യേണ്ടത്. ഇപ്പം ഹൈറ്റുള്ള പില്ലോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എപ്പോഴും സോഫ്റ്റ് ആൻഡ് തിൻ പില്ലോ ഉപയോഗിക്കണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെയുള്ള പില്ലോ ഉപയോഗിക്കുക. ഒഴിവാക്കണം എന്നാണ് എപ്പോഴും നിർദ്ദേശം പറയുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ വളരെ ചെറുതായിട്ടുള്ള ഒരു തിന്നായിട്ടുള്ളത് ഉപയോഗിക്കാം. ഇപ്പൊ നമുക്ക് തന്നെ ഒരു ചെറിയ ബെഡ്ഷീറ്റോ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വെക്കാം. അത്ര തന്നെ. അതാണ് ഏറ്റവും ആദ്യം മാറ്റേണ്ടത് ഇയാളെ സംബന്ധിച്ച്. വേറെ അപ്ലൈ ചെയ്യാൻ എന്തെങ്കിലും എണ്ണ അതുപോലുള്ള കാര്യങ്ങളൊക്കെ? തൈലങ്ങൾ നമുക്ക് ചെയ്യാം. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളപ്പോൾ നമ്മളത് കൃത്യമായിട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിന് ട്രീറ്റ്മെൻ്റ് ആയിട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തൈലം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചൂടുവെള്ളത്തിൽ കഴുകുകയോ അല്ലെങ്കിൽ ചൂട് വയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ കഴുത്തായതുകൊണ്ട് നമ്മൾ കുറേ കൂടി ശ്രദ്ധിക്കണം. എന്ത് ഇഷ്യൂ ആണ്, അതിൽ അസോസിയേറ്റഡ് ആയിട്ട് വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടോ, ഇപ്പോൾ ഡിസ്ക് സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കിയാൽ എയർലി നിങ്ങൾ ഡയഗ്നോസ് ചെയ്യുകയോ എയർലി നിങ്ങൾക്ക് അത് പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കും. ഈ ഡയഗ്നോസിസ് എങ്ങനെയായിരിക്കും? എക്സ്റേയോ അല്ലെങ്കിൽ വേറെ സ്കാനിങ് ആണോ? മേ ബി നിങ്ങൾ വന്ന് കൺസൾട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഹിസ്റ്ററിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കുറച്ചൊക്കെ പിന്നെ എക്സാമിൻ ചെയ്ത് ഇപ്പം എന്തെങ്കിലും വെർട്ടിബ്രേസിനൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സാമിൻ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇൻവെസ്റ്റിഗേഷന് വരും. താങ്ക് യു ഫോർ കോളിംഗ്. ഡോക്ടർ, നീർക്കെട്ട് കാരണം കഴുത്തുവേദന കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയൊന്ന് നമ്മൾ കെയർഫുൾ ആയിരിക്കുക അല്ലെങ്കിൽ ഇതൊന്ന് അവോയ്ഡ് ചെയ്യാൻ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതായത് ഇപ്പം നീർക്കെട്ട് യൂഷ്വലി വരുന്നത് ഇപ്പോൾ തലയിൽ നല്ലോണം എണ്ണ തേച്ച് നടക്കുന്നവരുണ്ട്. അപ്പോൾ തലയിൽ എണ്ണ തേച്ചിട്ട് നന്നായി വേർക്കുക, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും സ്വെല്ലിങ് കഴുത്തിലേക്ക് വരും. ആ നീർക്കെട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യൂഷ്വലി നമ്മൾ തലയിൽ എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഷാമ്പു ഇട്ട് കളയുക, അതാണ് ഏറ്റവും നല്ലത്. തലയിൽ എണ്ണ അധികം നിർത്താതിരിക്കുക. നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചൂട് കൊണ്ട് തന്നെ ഹോട്ട് ക്ലൈമറ്റ് നമ്മൾ പുറത്തേക്ക് എന്തായാലും വേർക്കും. അങ്ങനെ വരുമ്പോഴാണ് ഈ നീർക്കെട്ട് പോലെയുള്ളത് വരുന്നത്. പിന്നെ വേറെ ഇഷ്യൂസ് ഇപ്പോൾ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഞാൻ പറഞ്ഞ ആർത്രൈറ്റിസ് പോലെയുള്ള ഇഷ്യൂസിനൊക്കെ നീർക്കെട്ട് വരാം. അത് ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അത് നമ്മൾ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷനിലൂടെയൊക്കെയാണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അങ്ങനെയുള്ളപ്പം അവർക്ക് ഏറ്റവും കൂടുതലും C1, C2, C3 ലെവലിലായിരിക്കും ആ ഒരു പെയിൻ കൂടുതൽ. നീർക്കെട്ടും അവിടെ നന്നായിട്ട് നമുക്ക് പാൽപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ എണ്ണ തലയിൽ തേച്ച് ചെയ്യാന്ന് പറയുന്നത്, നമ്മൾ ചിലരുണ്ട് ഈ ഓവർനൈറ്റ് എണ്ണ തേച്ചിട്ട് കിടക്കും. ആക്ച്വലി അങ്ങനെ കിടക്കുന്നുണ്ട് മുടിക്കോ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം എണ്ണ അവിടെ തേച്ച് കഴിഞ്ഞാൽ 20 മിനിറ്റ് നേരം നമ്മൾ ഏറ്റവും മാക്സിമം അവിടെ വെക്കേണ്ട ആവശ്യമുള്ളൂ. അത് എവിടെയാണെങ്കിലും ഇപ്പം നമ്മൾ കയ്യിലും കാലയിലും ഒക്കെ 20 മിനിറ്റ്സിൻ്റെ ആവശ്യമുള്ളൂ. അതിനുശേഷം നമുക്ക് അത് വെച്ചുകൊണ്ട് നിന്നിട്ട് ഒരു കാര്യമില്ല. യൂഷ്വലി ഇങ്ങനെ ഒരു പല റീസൺസും നമ്മുടെ ഒപ്പിൽ വരുന്നുണ്ട്. അതായത് ഒന്നെങ്കിൽ എണ്ണ തേച്ച് കുളിക്ക് ശേഷം എണ്ണ തേക്കുന്ന കുറേ ആളുകളുണ്ട്. അല്ലെന്നെങ്കിൽ കുളി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും ഈ രാസനാദിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നം നന്നായിട്ട് പരിഹരിക്കാൻ പറ്റുന്നതാണ്. ഡോക്ടർ കോളർ ഉണ്ട്. നമസ്കാരം, വെൽക്കം ടു ആയുർ സൗഖ്യം. ആരാണ് സംസാരിക്കുന്നത്? ഹായ് റോഷൻ. റോഷൻ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ദുബായിൽ തന്നെയാണ്. റോഷൻ, ഡോക്ടറിനോട് സംസാരിക്കാം. ഹായ് ഡോക്ടർ. ഹായ് റോഷൻ, ഹൗ ആർ യു? ഐ ആം ഗുഡ്. ഓക്കെ, പറയൂ. ഞാൻ ഈ മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ സമയം കമ്പ്യൂട്ടറിലായിരിക്കും. പിന്നെ പല പല സ്ഥലങ്ങളിലായിരിക്കും നമുക്ക് സ്റ്റേജും കാര്യങ്ങളൊക്കെ. അങ്ങനെ അപ്പോൾ എനിക്ക് ഈയിടെ ആയിട്ട് ചില സമയങ്ങളിൽ കഴുത്തുവേദന ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, റീസെന്റ് ആയിട്ടാണ് തുടങ്ങിയത് അല്ലേ? റീസെന്റ് ആയിട്ടാണ് തുടങ്ങിയത്. ഓക്കെ, അതിപ്പോൾ എങ്ങനെയാ, കഴുത്തിന് മാത്രമേ ഉള്ളോ അതോ ഷോൾഡറിലേക്ക് വേദന വ്യാപിക്കുന്നുണ്ടോ? ഷോൾഡറിലേക്ക് ചെറുതായിട്ട് വരുന്നുണ്ട്. അത് എപ്പോഴും ഇല്ല കേട്ടോ, സംടൈംസ് ആണ് എനിക്കത് ഫീൽ ചെയ്യുന്നത്, ഈ എണീക്കുമ്പോഴും അങ്ങനെയൊക്കെ. ഓക്കെ, കഴുത്ത് തിരിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ട്? ചില സമയങ്ങളിൽ ഓക്കെയാണ്.
ഓക്കെ. മോസ്റ്റ് പ്രോബബിളി ഇപ്പോൾ എത്ര വയസ്സുണ്ട്? എനിക്ക് 26. മോസ്റ്റ് പ്രോബബിളി മസിൽ സ്പാസം ആവാനാണ് സാധ്യതയുള്ളൂ. അതിന് ലൈറ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എളുപ്പം അത് പരിഹരിക്കാം. അതുപോലെ തന്നെ പക്ഷേ എത്രയും പെട്ടെന്ന് ചെയ്താൽ അത്രയും നല്ലത്. നിങ്ങൾക്ക് ആ ഒരു മൂവ്മെൻറ്റ് ഈസിനെസ് പിന്നെ എളുപ്പം ബാക്ക് ടു നോർമൽ ആവും. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എളുപ്പം ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ നന്നായിട്ട് ക്യൂർ ആവുന്ന ഒന്നാണ്. ഓക്കെ. ഓൾറൈറ്റ്, താങ്ക് യു ഫോർ കോളിംഗ്. ഡോക്ടർ, ഈ നമ്മൾ യൂസ് ചെയ്യുന്ന ഔട്ട്ഫിറ്റ്സ് അതും നെക്ക് പെയിനായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? നമ്മളിപ്പോൾ ഒരു ടൈറ്റ് ഡ്രസ്സോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേറെ എന്തെങ്കിലും, ഇപ്പോൾ ഹീൽസ് യൂസ് ചെയ്യുന്ന കുട്ടികൾ, ഐ മീൻ ഗേൾസ്, ലേഡീസ് വെൻ ദേ യൂസ് ഹീൽസ്, അതൊക്കെ ഒരു കഴുത്ത് വേദനയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പം ഔട്ട്ഫിറ്റ്സ് ഇപ്പം മെയിൻലി ഹീൽസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു പ്രശ്നം തന്നെയാണ്. അതായത് അത് സ്പൈനിനെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒന്നാണ്. വേറൊന്നുമല്ല, അതിൻ്റെ ഈ പറയുന്നത് നമ്മൾ പറഞ്ഞു വെർട്ടിബ്രേസിൻ്റെ ഇന്നർ ലെവലിൽ കുഷൻ പോലെ ആക്ട് ചെയ്യുന്നതാണ്. ഒരു ഷോക്ക് അബ്സോർബർ പോലെയാണ് ഡിസ്കുകൾ. ഡിസ്കുകൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രഷർ, ഇപ്പം നമ്മൾ ഹീൽസ് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ നേരം നമ്മൾ എലിവേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്പൈനിന് വരുന്നൊരു പ്രഷർ കൊണ്ട് ഡിസ്കിന് പ്രൊലാപ്സ് വരുമോ ബൾജ് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഓൾറെഡി ലോവർ ബാക്ക് ഇഷ്യൂ ഉള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലോവർ ബാക്ക് ഇഷ്യൂ ഈ ഒരു കാരണം കൊണ്ട് വന്ന ഒരാൾക്കാണെങ്കിൽ അത് സർവൈക്കൽ പെയിനിലേക്കും വരാൻ സാധ്യതയുണ്ട്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു ആയുർ സൗഖ്യം. ആരാണ് സംസാരിക്കുന്നത്? നമസ്കാരം, ഞാൻ അരുൺ. അരുൺ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ഇവിടെ ദുബായിൽ നിന്ന്. ഓൾറൈറ്റ് അരുൺ, യു ക്യാൻ സ്പീക്ക് ടു ഡോക്ടർ. ഹായ് അരുൺ, പറയൂ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ, പറയൂ. ഡോക്ടർ, ഞാൻ ആക്ച്വലി ഒരു എന്താ പറയുക ബിസിനസ്മാനാണ്, ബിസിനസ് ഫീൽഡാണ്. അപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 3 മാസമായിട്ട് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് തല തിരിക്കുമ്പോൾ കഴുത്തിന്റെ ബാക്കിൽ ഭയങ്കര വേദനയായിരുന്നു. അപ്പൊ അത് പിന്നെ അത് ഇഗ്നോർ ചെയ്തു. പിന്നെ കുറെ ബാമുകൾ കുറെ യൂസ് ചെയ്തു, പിന്നെ പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നു. ഇപ്പൊ എന്താ വെച്ചാൽ ആ ലെഫ്റ്റ് സൈഡിലുള്ള പെയിൻ ഇപ്പം റൈറ്റ് സൈഡിലും കൂടി ഇങ്ങനെ ആയി തുടങ്ങി. അപ്പം ഇപ്പം ലെഫ്റ്റിലും റൈറ്റിലും ഇപ്പം തിരിയുമ്പം ഭയങ്കര പ്രശ്നമാണ്. അപ്പം ആയുർവേദിക് ട്രീറ്റ്മെന്റ് എടുക്കണം എന്നാണ് ആഗ്രഹം. പക്ഷെ അത് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇപ്പം. എന്താണ് ചെയ്യേണ്ടത് ഇപ്പം? ആയുർവേദിക് ട്രീറ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും നന്നായിട്ട് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്, സംശയമില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആയുർവേദിക് നമ്മുടെ സെൻറ്ററിലേക്ക് വരിക. നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ എക്സാമിനേഷൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇവിടെ ആക്ച്വലി അത് ഞാൻ കണ്ടു, ശാന്തി വെൽനസ്, എനിക്ക് അവിടെ വരണം. പക്ഷെ ഒരു 1 മന്ത് ഞാനിപ്പം ഇവിടെ ടൈഡപ്പ് ആണ്. അപ്പൊ എനിക്കിപ്പോ ആക്ച്വലി പെയിൻ തീരെ ഇത് ഷോ ഒക്കെ കണ്ടപ്പോൾ അതാണ് ഞാൻ വിളിച്ചത്. ഇപ്പൊ അത് ഒരു 1 മന്ത്. അപ്പം ഇതെന്താണ് ഇതിനൊരു പരിഹാരം അവിടെ ഈ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നവരെ? നമുക്ക് മെഡിക്കേഷൻസ് കഴിക്കാം. മെഡിക്കേഷൻസ് ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതനുസരിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ റിലീഫ് കിട്ടും. പിന്നെ ട്രീറ്റ്മെന്റ് ആണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ശാന്തി വെൽനസിൽ വന്നു കഴിഞ്ഞാൽ കൺസൾട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മെഡിസിൻ 1 മാസം എടുത്തിട്ട് പിന്നെ അതിനുശേഷം ട്രീറ്റ്മെന്റ് ആയിട്ട് എടുത്താൽ മതി. ശരി ഡോക്ടർ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞു ഇപ്പം ക്രിട്ടിക്കൽ ഇൽനെസ്സിന് കഴുത്ത് വേദന കാരണമാവുന്നു. അപ്പോൾ എന്ത് കൈൻഡ് ഓഫ് കഴുത്ത് വേദന? ഇപ്പം സ്റ്റിഫ്നെസ് ആണോ? എന്താണ് നമ്മൾ കുറേയും കൂടി കെയർഫുൾ ആയിരിക്കേണ്ടത്? യൂഷ്വലി അസോസിയേറ്റഡ് സിംറ്റംസ്, അതായത് നെക്ക് സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ നെക്ക് പെയിൻ എന്നുള്ളത് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഇപ്പം തുടർച്ചയായിട്ട് വരുന്ന പനി, ഭയങ്കര വിറയലോട് കൂടിയിട്ടുള്ള പനി, അങ്ങനെയുള്ള കണ്ടീഷൻസ്, അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ ശരീരത്തിന് തന്നെ ഭയങ്കര തളർച്ച, ക്ഷീണം, എന്ത് ചെയ്താലും ഒരു ഉണർവില്ലാത്ത രീതിയിൽ, അതുപോലെ തന്നെ വെയിറ്റ് ലോസ്, കുറേ മാസങ്ങളായിട്ട് നന്നായിട്ട് വെയിറ്റ് കുറയുന്നുള്ളതായിട്ട് നോട്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെ ഉള്ളൊരു സിംറ്റംസും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും അത് നമ്മൾ ശ്രദ്ധിച്ച് ഡോക്ടറിനെ കാണണം. എന്തായാലും എക്സാമിനേഷനിലൂടെ എന്തായാലും കാണണം. എനിവേ ഡോക്ടർ, ദാറ്റ് ഈസ് റിയലി പ്ലഷർ ടോക്കിംഗ് ടു യു. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ആയുർ സൗഖ്യം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. അടുത്ത ആഴ്ച പുതിയൊരു വിഷയം, ശാന്തി വെൽനസ് ആയുർവേദിക് മെഡിക്കൽ സെൻറ്ററിലെ പുതിയൊരു ഡോക്ടറിനെ നമുക്ക് പരിചയപ്പെടാം. Until then, this is Ashwati signing back. So all of you, stay safe, stay home.